നമസ്കാരം. പഞ്ചേന്ദ്രിയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി ആചാര്യന്മാർ പറയുന്നത് നമ്മുടെ നഗ്ന നേത്രങ്ങളെയാണ്, അല്ലെങ്കിൽ നമ്മുടെ കണ്ണുകളെയാണ്. അപ്പോൾ ആയുർവേദത്തിൻ്റെ പാരമ്പര്യവും ആധുനിക ചികിത്സാ രീതികളുമൊക്കെ സംയോജിപ്പിച്ച് നേത്ര ചികിത്സാ രംഗത്ത് തനത് വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു സ്ഥാപനത്തെയാണ് ലൈവ് ടിവിയുടെ എൻ്റയർ മീഡിയ ടീം ചോയ്സ് ഓഫ് കേരള എന്ന പ്രോഗ്രാമിലൂടെ പരിചയപ്പെടുത്തുന്നത്. ഏറെ പ്രശസ്തമായ പത്തനംതിട്ട ജില്ലയിലെ മഞ്ഞാടിക്ക് സമീപം തിരുവല്ലയിൽ സ്ഥിതി ചെയ്യുന്ന സുദർശനം നേത്ര ചികിത്സാലയം ആൻഡ് പഞ്ചകർമ്മ സെൻറ്റർ. ഒരുപാട് ചികിത്സാ രീതികൾ ഇവിടെയുണ്ട്. നമ്മുടെ നേത്രങ്ങളെ നമുക്ക് സംരക്ഷിക്കണ്ടേ? അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. കമാൺ. ആയുസ്സും വെളിച്ചവും ആനന്ദവും ഒരേപോലെ നൽകുന്ന സുദർശനം നേത്ര ചികിത്സാലയം ആൻഡ് പഞ്ചകർമ്മ സെൻറ്ററിൻ്റെ ബഹുമാന്യനായ ചീഫ് ഫിസിഷ്യൻ VG ഗോകുലൻ സാറാണ് എന്നോടൊപ്പം ഉള്ളത്. സാർ നമസ്കാരം. നമസ്കാരം. ശരിക്കും മനുഷ്യൻ്റെ ഏറ്റവും അട്രാക്ഷനുള്ള ഒരു അവയവം ഏതാണെന്ന് വെച്ചാൽ അത് കണ്ണാണെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഈ ഒരു രംഗത്തേക്ക് കടന്നു വന്നിട്ട് എത്ര വർഷമായി സാർ? ഞാൻ ഇങ്ങനൊരു അഭിമുഖത്തിന് വരാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ഏതാണ്ട് ഇപ്പോൾ ഒരു 30 വർഷത്തിലധികമായിട്ട് 32 വർഷത്തോളമായി ഈ ഹോസ്പിറ്റലിൽ തന്നെ പ്രാക്ടീസ് തുടങ്ങിയിട്ട് ഏതാണ്ട് 37 വർഷത്തോളമായി. ഞാൻ തുടങ്ങുന്ന സമയത്ത് നേത്ര ചികിത്സ എന്ന് പറയുന്നൊരു ഘടകം ആയുർവേദത്തിൽ വളരെ ദുർലഭമായിരുന്നു. ഇല്ല എന്ന് തന്നെ പറയാം. വളരെ പാരമ്പര്യമായിട്ട് കുറച്ച് വീടുകളിൽ മാത്രം ചെയ്യുന്നൊരു ചെറിയൊരു ചികിത്സാക്രമമായിട്ടായിരുന്നു നേത്ര ചികിത്സ ആയുർവേദത്തിലുണ്ടായിരുന്നു. അപ്പോൾ അതിന് അങ്ങനെയുള്ള 8ഓളം അംഗങ്ങൾ ചേർന്നതാണ് ആയുർവേദത്തിൽ അഷ്ടാംഗ ആയുർവേദം എന്നാണ് പറയുന്നത്. ആയുർവേദത്തിൻ്റെ പൂർണ്ണരൂപം അഷ്ടാംഗ ആയുർവേദം എന്നാണ്. അപ്പോൾ അഷ്ടം എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിൽ 8. അങ്ങനെ 8 അംഗങ്ങളുള്ള ഒരു ആയുർവേദ ചികിത്സയിലെ ആ അംഗങ്ങളെ പുഷ്ടിപ്പെടുത്തുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി ഒരു മിഷണറി വർക്ക് പോലെ, അല്ലെങ്കിൽ ഒരു റിസർച്ച് വർക്ക് എന്നുള്ള രീതിയിൽ കൂടിയാണ് ഈ മേഖല ഞാൻ തിരഞ്ഞെടുക്കുന്നത്. എൻ്റെ അമ്മ പാരമ്പര്യമായിട്ടും വൈദ്യം പഠിച്ച് നേത്ര ചികിത്സ ചെയ്യുമായിരുന്നു. പാരമ്പര്യമായി കിട്ടിയ കഴിവുകളാണ്. അതും കൂടെ ചേർത്തുകൊണ്ടാണ് എൻ്റെ ആയുർവേദ ഗ്രാജുവേഷന് ശേഷം. അപ്പോൾ ഞങ്ങൾ കോയമ്പത്തൂർ ഞങ്ങളുടെ ഒരു ഗുരുകുല സിസ്റ്റം സമ്പ്രദായമായിരുന്നു. 7.5 വർഷത്തെ, അപ്പോൾ 5 വർഷം എന്നുള്ളതല്ലാതെ 2 വർഷം കൂടെ +2 അവിടെ തന്നെ നമ്മൾ പ്രാരംഭത്തിൽ ആയുർവേദ വിഷയങ്ങൾ കൂടി ഉൾപ്പെടുത്തിയിട്ട് ആയുർവേദത്തിൻ്റെ അടിസ്ഥാന ഘടകങ്ങളായിട്ട് നമ്മൾ പഠിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. പദാർത്ഥ വിജ്ഞാനം, മോഡേൺ ഫിസിക്സ് എന്ന് പറയുന്ന പോലെ നമ്മൾ പുരാണമായിട്ട് പറയുന്നതും പദാർത്ഥ വിജ്ഞാനം, തർക്കസംഗ്രഹം, ലഘു സിദ്ധാന്ത കൗമുദി, വ്യാകരണം, ഇതെല്ലാം ചേർത്തുകൊണ്ട്, അതുപോലെ തന്നെ ആയുർവേദ ഇതിഹാസം, ആയുർവേദത്തിൻ്റെ ചരിത്രം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പാഠ്യപദ്ധതിയിൽ ആഡ് ചെയ്തു. പ്രീ ഡിഗ്രിയുടെ അല്ലെങ്കിൽ +2ൻ്റെ സബ്ജക്റ്റിൽ കൂടി ഇത് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു +2 കോഴ്സും കൂടെ ചേർത്തിട്ടാണ് ഇത് 7 വർഷത്തെ കോഴ്സ്, 6 മാസം ഇൻറ്റേൺഷിപ്പും, അങ്ങനെ 7.5 വർഷത്തെ കോഴ്സാണ് അതിന് വേണ്ടി എടുത്തത്. അപ്പോൾ ആ സമയത്ത് അവസാന നാളുകളിൽ നമ്മുടെ ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്നു, ലോക സ്വാസ്ഥ്യ പരമ്പര സംവർദ്ധൻ സമിതി എന്ന് പറഞ്ഞിട്ട് ഒരു നാഷണൽ കോർഡിനേഷൻ കമ്മിറ്റിയാണ്. അതൊരു ഫോക്കസ് ഓൺ ആയുർവേദ അല്ലെങ്കിൽ ട്രഡീഷണൽ സിസ്റ്റംസ്. അപ്പോൾ ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ലോക സ്വാസ്ഥ്യ പരമ്പര, ജനങ്ങളുടെ ആരോഗ്യത്തിൻ്റെ ആ ഒരു പാരമ്പരികമായിട്ടുള്ള വിജ്ഞാനം വർദ്ധിപ്പിക്കുക, അല്ലെങ്കിൽ അതിനെ സംരക്ഷിക്കുക, സമ്പുഷ്ടമാക്കുക. അതായിരുന്നു നമ്മുടെ അവസാന ഗ്രാജുവേഷൻ്റെയൊക്കെ അവസാന വർഷങ്ങളിൽ നമ്മൾ അതിൻ്റെയൊക്കെ ഫെലോഷിപ്പ് സ്വീകരിച്ചുകൊണ്ട് വിവിധ മേഖലകളിൽ
ഇപ്പോൾ എൻ്റെ കൂട്ടുകാർ പലരും ആ സമയത്ത് ബാലചികിത്സ, മർമ്മ ചികിത്സ അങ്ങനെയുള്ള മേഖലകളിലേക്ക് തിരിഞ്ഞിരുന്നു. ശല്യം എന്ന് പറയും, അതായത് സർജറി. അപ്പോൾ അതിൽ ഞാൻ ശാലാക്യം എന്ന് പറയുന്നത് ശലാക കൊണ്ട് ചെയ്യുന്ന രോഗങ്ങൾ. ശലാക എന്ന് പറയുന്നത് ചെറിയ ഇൻസ്ട്രുമെൻറ്റിനെയാണ് കണ്ണിൽ ഓപ്പറേറ്റ് ചെയ്യുന്നത്. പണ്ട് കാലത്ത് കണ്ണിൻ്റെ ഓപ്പറേഷനൊക്കെ ചെയ്തിരുന്നു. ഈ തിമിരത്തിൻ്റെ ഓപ്പറേഷൻ പണ്ട് കാലത്തും ചെയ്തിരുന്നു. അത് ഇന്നത്തേന് വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇന്ന് ഇൻട്രാഓക്കുലർ ലെൻസ് വയ്ക്കുന്നുണ്ട്, അന്ന് അതില്ല. എന്നാലും ഓപ്പറേഷൻ കഴിഞ്ഞ കണ്ണുകളിൽ, അന്ധമായിരുന്ന കണ്ണുകളിൽ ഏകദേശം ഒരു 3 മീറ്ററോളം ദൂരെ കാണാനായിട്ട് സാധിക്കും ഓപ്പറേഷൻ കഴിഞ്ഞിട്ട്. അത് ചെയ്യുമായിരുന്നു. 18-ാം നൂറ്റാണ്ട് 19-ാം നൂറ്റാണ്ടിൻ്റെ പകുതി വരെയൊക്കെ അത് ചെയ്തിട്ടുണ്ട്. തഞ്ചാവൂരിലെ സരസ്വതി മഹാൽ ലൈബ്രറിയിലൊക്കെ അതിൻ്റെ ലേഖനങ്ങൾ, റെഫറൻസ് എല്ലാം ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു താല്പര്യം കൂടെ കൊണ്ടാണ് ഞാൻ നേത്രചികിത്സ തിരഞ്ഞെടുത്തത്. അപ്പോൾ അത് നമ്മൾ സുദർശനം ആയുർവേദ ഐ ഹോസ്പിറ്റൽ, ഞാൻ ഈ കോഴ്സ് അല്ലെങ്കിൽ ഈ ആശുപത്രി തുടങ്ങുന്നതിന് മുന്നേ ഏതാണ്ട് ഒരു പഠിത്തം കഴിഞ്ഞതിന് ശേഷം ഒരു 4-5 വർഷത്തോളം വിവിധ ഗുരുക്കന്മാരുടെ കീഴിൽ അഭ്യസിക്കാൻ അവരുടെ കൂടെ താമസിച്ച് നിന്ന് പഠിച്ച് അതും കൂടെ കഴിഞ്ഞിട്ടാണ് ആധുനിക ചികിത്സയിൽ ഡയഗ്നോസ്റ്റിക്സിൽ ശങ്കരനേത്ര ബേസിക്കായിട്ടുള്ള എല്ലാ കാര്യങ്ങളും സായത്തമാക്കിയിട്ടുണ്ട്. അതെ, ചെന്നൈ ശങ്കരനേത്രാലയിൽ അദ്ദേഹത്തിന് ചീഫ് ഫിസിഷ്യനായിരുന്നു, അതിൻ്റെ ഫൗണ്ടറായിരുന്നു ഡോക്ടർ S.S. ബദ്രിനാഥ്, പത്മഭൂഷൺ ഡോക്ടർ അന്തരിച്ചു. അദ്ദേഹം ഇവിടെ വന്ന് ഇതിൻ്റെ പോരായ്മകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി. ആയുർവേദത്തിൽ വളരെയധികം ഭാവി ഈ മേഖലയിലുണ്ടെന്ന് കണ്ണ് തെളിയിച്ചത് അദ്ദേഹമാണ്. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ ഇത്രയധികം ധനം മുടക്കിയും ഇത്രയധികം ഗവേഷണങ്ങൾ നടത്തിയിട്ടും നമുക്ക് കൊടുക്കാൻ സാധിക്കുന്ന റിസൾട്ടുകൾ വളരെ പരിമിതമാണ് ആധുനിക ചികിത്സയിലെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു. അപ്പോൾ സർജറിയാണ് അതിൻ്റെ പ്രധാനമായിട്ടുള്ളൊരു വ്യത്യാസം. ആ സർജറി കൊണ്ട് ചെയ്യാൻ ആയുർവേദത്തിൽ സർജറി ഉണ്ട്. പക്ഷേ ഇപ്പോൾ ടെക്നോളജി കൂടി മാറിയപ്പോൾ അത് നമ്മൾ അതിൻ്റെ നിന്നുപോയി. 800 വർഷത്തെ ആ ഒരു വിദേശ ഭരണവും എല്ലാം കൂടെ ആയിട്ട് ആയുർവേദത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യൻ സയൻസുകളെല്ലാം താന്നുപോയല്ലോ. അങ്ങനെ ഉണ്ടായിരുന്ന ഒരു അപജയം ഇതിന് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് മോഡേൺ ചികിത്സയിൽ ഏറ്റവും അധികം സർജിക്കലായിട്ട് ചെയ്യാവുന്ന സാധനങ്ങൾക്കാണ് പ്രാധാന്യം ഉള്ളൂ, അല്ലെങ്കിൽ അതുകൊണ്ടുള്ള പ്രയോജനം മാത്രമേ ഉള്ളൂ. നേരെ മറിച്ച് ആയുർവേദത്തിൽ ധാരാളം ഔഷധങ്ങളും പ്രയോഗങ്ങളും എല്ലാം ഉണ്ട്. അതിനെ പ്രയോജനപ്പെടുത്താനുള്ളൊരു ഉപാധി എന്നുള്ള നിലയിലാണ്. ശരിക്കും പറയാം, ആയുർവേദത്തിൽ കണ്ണിന് നമ്മുടെ നേത്രങ്ങൾക്ക് ഒരുപാട് ചികിത്സകളുണ്ടല്ലേ? എന്തൊക്കെ ചികിത്സകളാണ് നമ്മളിവിടെ ചെയ്യുന്നത് പ്രധാനമായും? ഇപ്പോൾ പ്രധാനമായിട്ടും ന്യൂറോളജിക്കലായിട്ടുള്ള കാര്യങ്ങൾക്കാണ് ഇപ്പോൾ ആധുനിക ചികിത്സയിൽ ചികിത്സ കുറവുള്ളത്. അവർക്ക് ചെയ്യാവുന്നത് നേരത്തെ സൂചിപ്പിച്ച പോലെ സർജറി സംബന്ധമായിട്ടുള്ള ചില കാര്യങ്ങളിൽ വളരെ വൈദഗ്ധ്യമുള്ളൊരു മേഖലയാണ് ആധുനിക ചികിത്സാ മേഖല. നേരെ മറിച്ച് ആയുർവേദത്തിൽ ധാരാളമായിട്ട് ഔഷധങ്ങളുണ്ട്, ചില ചികിത്സാ പ്രയോഗങ്ങളുണ്ട്. ഇപ്പോൾ തർപ്പണം ചെയ്യുക, നസ്യം ചെയ്യുക, ശിരോവസ്തി ചെയ്യുക, അതൊക്കെ പണ്ടുള്ള കാലം മുതലേ ആളുകൾ ഇങ്ങനെ ചെയ്യുന്നതാണ്. അപ്പോൾ അതിൽ ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഏജ് റിലേറ്റഡ് മാക്കുലർ ഡീജനറേഷൻ, AMD എന്ന് പറയും. അത് ചികിത്സ മോഡേണിൽ ഇല്ല. ഇനി പരമാവധി ഉണ്ടെന്ന് പറയുന്നത് ഇപ്പോൾ ഇൻട്രാവിട്രിയൽ ഇഞ്ചെക്ഷൻസ് കൊടുക്കുക. അത് എല്ലാ മാസവും അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോൾ 10-30,000 രൂപയുടെ ഇഞ്ചെക്ഷൻ എടുക്കുക. 1 മാസം കഴിയുമ്പോൾ വീണ്ടും അത് പഴയപടിയാവുക. അപ്പോഴും കാഴ്ചയൊന്നും വർദ്ധിക്കുന്നില്ല. ഉള്ള കാഴ്ച നിലനിർത്താനാണെന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. ആ ഒരു കണ്ടീഷനിൽ ആയുർവേദ ചികിത്സ ചെയ്യുന്നവരിൽ ധാരാളമായിട്ട് വിഷ്വൽ ഇമ്പ്രൂവ്മെൻറ്റ് കാണാറുണ്ട്. ചികിത്സ ചെയ്ത് ഇപ്പോൾ 1 മാസത്തെ ഇഞ്ചക്ഷൻ എടുത്തിട്ട് ഒരു മാസം കൊണ്ട് യാതൊരു വ്യത്യാസമില്ലാതെ പേഷ്യൻസ് 8-10 വർഷം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 50-100 ഇഞ്ചക്ഷൻ കഴിഞ്ഞ് വന്നവരുണ്ട് ഇവിടെ. അപ്പോൾ അവർക്ക് പോലും കേവലം 8 ദിവസത്തെ ചികിത്സ കഴിയുമ്പോഴേക്കും കാഴ്ച വർദ്ധിക്കുന്നതായിട്ട് ഇതൊരിക്കലും ഒരു മോഡേൺ സമ്പ്രദായത്തിൽ കാണാറില്ല. അപ്പോൾ അങ്ങനെയുള്ള അസുഖങ്ങൾ, ഇപ്പോൾ ഗ്ലോക്കോമയിൽ ഉണ്ടാകുന്ന കണ്ണിൻ്റെ പ്രഷർ കൂടിയിട്ട് കണ്ണിനെ എല്ലാവരും ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. അതിൽ പ്രഷർ ക്രമാതീതമാണെങ്കിൽ അത് കുറയ്ക്കാനായിട്ട് ഡ്രോപ്സ് ഒക്കെ ഉപയോഗിക്കുന്നില്ല. എന്നാൽ പോലും ചില ആളുകൾക്ക് കാഴ്ചയുടെ ക്വാളിറ്റി കിട്ടുന്നില്ല. അപ്പോൾ അതിന് സപ്ലിമെൻ്റ് ചെയ്യാനായിട്ട് ആയുർവേദ ചികിത്സയ്ക്ക് കഴിയുന്നുണ്ട്. ഇപ്പോൾ റെറ്റിനൽ ഡീജനറേഷൻ, ഒപ്റ്റിക് നെർവ് ഡീജനറേഷൻ, കെരറ്റോകോണസ് അതൊരു വലിയ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്. യുവാക്കളിൽ കാണുന്നതാണ്. കൃഷ്ണമണി കൂർത്തു പോയിട്ട് കാഴ്ച വൈകല്യം ഉണ്ടായിട്ട് അവർ കാണുന്നതൊക്കെ റിഫ്ലക്ഷൻ പോലെയൊക്കെ ഇങ്ങനെ റിയാക്ഷൻ, വല്ലാത്ത ഡിസ്റ്റോർഷനായി. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ ഇതിനെല്ലാം സർജറിയാണ് മോഡേണിൽ പ്രതിവിധിയായിട്ട് പറയുന്നത്. അതെപ്പോഴും ഫലപ്രദമാവണമെന്നുമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ ആയുർവേദ ചികിത്സ 8-10 ദിവസത്തെ ചികിത്സകളെ കൊണ്ട് തന്നെ കാഴ്ച ക്വാളിറ്റി പുരോഗതി ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ ഒരു ചാർട്ടിൽ 1 വരി അല്ലെങ്കിൽ 2 വരി കഷ്ടിച്ച് വായിക്കുന്ന ആൾക്ക് 3 വരി, 4 വരി, 5 വരി അങ്ങനെ വായിച്ചു പോകാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള വ്യത്യാസങ്ങളാണ്. കുട്ടികളിലെ കാഴ്ച കുറവ്, അത് കണ്ണട മാത്രമാണ് ഇപ്പോൾ പ്രതിവിധിയായിട്ട് പറയുന്നത്. ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ എല്ലാവരും കണ്ണട ഉപയോഗിക്കുന്നവരാണ്. കണ്ണിന് പ്രശ്നം വളരെ സർവ്വസാധാരണമായിട്ട് മാറിയിരിക്കുക. പക്ഷെ അത് ഉപയോഗിക്കുന്നവർക്കാണ് അതിൻ്റെ ഉപയോഗത്തിൻ്റെ സാങ്കേതിക പ്രശ്നങ്ങൾ അറിയുക. മഞ്ഞ് അല്ലെങ്കിൽ ഒരു മഴ വന്നാൽ അല്ലെങ്കിൽ ഒരു കണ്ണട ഉപയോഗിക്കാൻ സാധിക്കാത്ത മേഖലകൾ പലതുമുണ്ട്. സിഗ്നൽസിൻ്റെ പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ ഫീൽഡ് ഓഫ് വിഷൻ ഒരുപാട് റെസ്ട്രിക്റ്റഡ് ആണ്.
ഒരു കണ്ണട ഇല്ലാത്ത ഒരാൾ കാണുന്ന ഫീൽഡല്ല കണ്ണട വയ്ക്കുമ്പോൾ കാണുന്നത്, അത്രയും ഫീൽഡ് കുറയും. അപ്പോൾ അതിനെല്ലാം വിഷയങ്ങളുണ്ട്. പിന്നെ അത് പിൻകുഷൻ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ വലിയ കണ്ണട വയ്ക്കുന്ന കട്ടി കണ്ണട ഉപയോഗിക്കുന്ന ആളുകൾക്ക് നോക്കുന്ന ഭാഗം കുഴിഞ്ഞിരിക്കും, നമ്മുടെ സോഡ കുപ്പി ഗ്ലാസ് എന്നൊക്കെ പറയുന്നത്. അപ്പം അങ്ങനെയൊക്കെയുള്ള ധാരാളമായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഈ കുട്ടികളിൽ ഈ ഒരു പ്രവണത ഇപ്പോൾ ഒരു 10-30 വർഷമായിട്ടാണ് കൂടി വരുന്നത്. ഈ മൊബൈലിലേക്ക് ഉപയോഗം കൊണ്ട് മൊബൈലിൻ്റെ ഉപയോഗം എന്ന് മാത്രം പറഞ്ഞാൽ അത് കേവലം നമ്മൾ അങ്ങനെ പറഞ്ഞ് ഒഴിവാക്കാൻ പറ്റത്തില്ല അല്ലേ. അത് അടുത്ത ഗാഡ്ഗറ്റ്സിൻ്റെ, അതായത് നമ്മളിപ്പോൾ പുസ്തകം വായന മാത്രമല്ല, അതിന് പുറമെ മൊബൈൽ നമ്മൾ പുസ്തകം വായിക്കുന്ന നമ്മൾ ഇങ്ങനെ വായിക്കുക, അറ്റ്ലീസ്റ്റ് ഒരു 30 സെൻറ്റിമീറ്ററെങ്കിലും കിട്ടും. ഇത് പിന്നെ അടുത്ത് പിടിച്ചിട്ടാണ് മൊബൈൽ കാണുന്നത്, 20 സെൻറ്റിമീറ്റർ പോലും കിട്ടുന്നത്. അപ്പോൾ നമ്മൾ കണ്ണിനെ ഏറ്റവും അധികം മയോപ്പിക് ആക്കുകയാണ് ചെയ്യുന്നത്, ഷോർട്ട് സൈറ്റഡ് ആക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന കണ്ണിന് പെർമനൻ്റ് ആയിട്ട് അങ്ങനെ വരുമ്പോൾ കണ്ണ് തന്നെ അഡാപ്റ്റ് ആവും, ആയിട്ട് അതിൻ്റെ പവറിനെ മയോപ്പിക് ആക്കും. അപ്പോൾ അത് അടുത്ത് വായിക്കാനായിട്ട് അതിൻ്റെ ഇത് ഫോക്കൽ പോയിന്റ് ബാക്കിലോട്ട് ആക്കണം, എന്നാലേ അടുത്തുള്ള വിഷയങ്ങൾ കാണാൻ സാധിക്കും. അങ്ങനെ ഇരിക്കുന്ന കണ്ണുകൾക്ക് മുമ്പോട്ടുള്ള കാഴ്ചകൾ കാണാൻ പറ്റില്ല. അപ്പോൾ അത് ഇമേജ് കണ്ണിൻ്റെ ഫ്രണ്ടിലേ വീഴും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മൈനസ് ഗ്ലാസ് വയ്ക്കും. അപ്പോൾ വീണ്ടും അയാളുടെ പണി തുടർന്നുകൊണ്ടിരിക്കുക, ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുക, വീണ്ടും അത് പവർ കൂടും. അപ്പോൾ അടുത്ത ഗ്ലാസ് വയ്ക്കും. അപ്പോൾ ദൂരെ നിന്ന് കാണുന്നതിന് കാഴ്ച കുറവും അടുത്ത് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. അത് വലിയൊരു അറിവാണ് ഷോർട്ട് സൈറ്റ് എന്ന് പറയുന്നത് താങ്കൾ പറഞ്ഞത്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ചികിത്സ കൊണ്ട് സാധിക്കും. ഈ ഗ്ലാസിൻ്റെ പുരോഗതിയും കാഴ്ചയുടെ അധോഗതിയും അത് തടയാനായിട്ട് ചികിത്സ വളരെയധികം. ശരിക്കും ഇത്രയും അറിവുകളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും 2010 ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഒരു അവാർഡ് താങ്കളെ തേടിയെത്തി. അവാർഡല്ല, രാഷ്ട്രീയ ആയുർവേദ വിദ്യാപീഠത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഗുരു എന്നുള്ള രീതിയിൽ അന്ന് അവിടെ സെലക്ട് ആയായിരുന്നു. കുട്ടികൾക്ക് ക്ലിനിക്കൽ പ്രാക്ടീസ്, കോളേജിൽ നിന്ന് ഇറങ്ങുന്നവർക്ക് വീട്ടിലെ പശു പുല്ല് തിന്നില്ല എന്ന് പറഞ്ഞ പോലെ ഈ കുട്ടികൾക്ക് കുറച്ചുകൂടെ ക്ലിനിക്കൽ എക്സ്പീരിയൻസ് കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ ക്ലിനീഷ്യൻസിൻ്റെ അടുത്ത് നിന്ന് പാഠം അല്ലെങ്കിൽ ലെസൺസ് പഠിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടെ തുടങ്ങിയതാണ് രാഷ്ട്രീയ ആയുർവേദ വിദ്യാപീഠം. അപ്പോൾ അതിൽ 2010 എൻ്റെ ഗുരുവായിട്ട് നേത്രചികിത്സയിൽ ഗുരുവായിട്ട് പ്രവർത്തിക്കുക. നേത്രചികിത്സാ രംഗത്ത് വളരെ തിരക്കുള്ള ഒരു വ്യക്തിത്വമാണ്. എങ്കിലും പേഴ്സണലി ഒരു ചോദ്യം ചോദിക്കട്ടെ, ഇതിലേക്ക് എപ്പോഴാണ് 200 ഗാനങ്ങളോളം എഴുതി കേരളത്തിൽ 240 കേരളത്തിലെ പ്രശസ്തരായ ഗായകരെ കൊണ്ട് പാടിച്ചു? അതാണ് ഞാൻ താങ്കളെ ഇൻട്രോയിൽ ഞാൻ പറഞ്ഞത്. കണ്ണിൻ്റെ ആരോഗ്യത്തോടൊപ്പം ആളുകൾക്ക് ആനന്ദവും നൽകുന്ന ഒരു ഡോക്ടർ, അത് വളരെ വിരളമാണ് കേരളത്തിൽ. ആ ഗാന ശാഖയിലേക്ക് കടന്നു കഴിഞ്ഞാലുള്ള എന്നോട് ഈ സമയക്രമത്തെപ്പറ്റി എല്ലാവരും ചോദിക്കുന്ന ചോദ്യം ഇതെങ്ങനെ സാധിക്കുന്നു എന്നുള്ളത്. നമ്മൾ പാട്ട് എഴുതുകയും പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്ന വ്യക്തിയാണ് ഞാനൊരു സംഗീതജ്ഞനല്ല, പാട്ട് പഠിച്ചിട്ടുണ്ടെന്നല്ലാതെ പാട്ടിൻ്റെ മറ്റ് സാങ്കേതിക മേഖലയിലേക്ക് കടന്നുള്ള ഒരു പ്രചോദനം എന്താണ് സാർ? അത് എൻ്റെ അമ്മ തന്നെയാണ്. അമ്മ ധാരാളം കീർത്തനങ്ങളൊക്കെ എഴുതും. അമ്മയാണ് വഴികാട്ടി. അമ്മ ഏതാണ്ട് 10,000-10,000-ത്തിലധികം കീർത്തനങ്ങളൊക്കെ എഴുതി. അമ്മ കിട്ടുന്ന കടലാസിലൊക്കെ കുറിക്കുമായിരുന്നു. അങ്ങനെയുള്ള ചന്ദനത്തിരിയുടെ പാക്കറ്റ്, തീപ്പെട്ടിയുടെ കവർ, ഇതിലെല്ലാം എഴുതുമായിരുന്നു. അമ്മയ്ക്ക് ബിഗ് സല്യൂട്ട്. ഇതുപോലെ ഒരു മകനെ ഞങ്ങൾ കിട്ടുന്നത്. അപ്പോൾ ഞാൻ അച്ഛൻ്റെ 100ാം പിറന്നാളിലാണ് ആദ്യമായിട്ട് എഴുതി തുടങ്ങിയത്. അച്ഛനൊരു മംഗള ഇത് എഴുതിക്കൊണ്ടാണ് തുടങ്ങിയത്. അച്ഛനാണ് വഴികാട്ടി എന്ന് താങ്കൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അച്ഛൻ ജീവിതത്തെ നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യുന്ന, നമ്മുടെ പാഷനേറ്റ് ആയിട്ട് നമ്മുടെ ജീവിതത്തെ എൻജോയ് ചെയ്യണം എന്ന് പറയുന്ന ഒരു വ്യക്തിയായിരുന്നു. ഗാനങ്ങൾ ഒരു 3 വർഷം കൊണ്ടാണ് ഇത്രയധികം ഇത് എഴുതുക. പെട്ടെന്നുണ്ടായ ഒരു പ്രചോദനമാണ്. അച്ഛൻ്റെ പിറന്നാൾ മുതൽ എഴുതി തുടങ്ങിയ. അപ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാരുടെ ജന്മദിന ആശംസകൾ അങ്ങനെയൊക്കെ ആയിട്ട്, അല്ലെങ്കിൽ പ്രമുഖരുടെ യേശുദാസിൻ്റെ, ജയചന്ദ്രൻ, അങ്ങനെയൊക്കെ ചില ആൾക്കാരുടെ വിയോഗം, അതൊക്കെ നമ്മുടെ മനസ്സിൽ ചില തോന്നലുകൾ ഉണ്ടാക്കുമ്പോൾ അത് വരികളായിട്ട് കുറിക്കുക. ഗിരീഷ് പുത്തഞ്ചേരി, ജയചന്ദ്രൻ, ഇവരുടെയൊക്കെ ഗാനങ്ങൾ എഴുതിയിരുന്നു. അപ്പോൾ അത് എന്തോ ആ ഒരു സമയത്തെ തോന്നലാണ്. അത് എനിക്കൊരു കൂടി വന്ന 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ്. അതുകൊണ്ടാണ് ഞാൻ സമയം എടുക്കുന്നില്ല എന്ന് പറയുന്നത്. ഞാൻ എൻ്റെ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 5 മിനിറ്റോ 10 മിനിറ്റാണ്. പിന്നെ അത് മ്യൂസിക് ഡയറക്ടർ അതുകൊണ്ട് സ്റ്റുഡിയോ റെക്കോർഡ് ചെയ്യുന്നു, ട്യൂൺ ചെയ്യുന്നു, അതെല്ലാം ബാക്കിയുള്ള കാര്യങ്ങൾ. ഞാനിപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് 100-200ഓളം പാട്ടുകൾ ഞാൻ തന്നെ എഡിറ്റ് ചെയ്തത്. അപ്പോൾ അതിനുവേണ്ടി ഒരു 1/2 മണിക്കൂർ 3/4 മണിക്കൂർ അത് മൊബൈലിൽ തന്നെ ചെയ്യും. അപ്പം അങ്ങനെയുള്ള ചില ഇത് മാത്രമല്ല. സംഗീതജ്ഞനായ ഒരു ഡോക്ടറിൽ നിന്ന് ക്യാപ്ഷൻ മാറ്റി എഴുതിയല്ലോ. അവിടെ അതല്ലല്ലോ പ്രാമുഖ്യം. അതിനെ പ്രധാനമായിട്ടും ആളുകൾക്ക്, രോഗികൾക്ക്, വരുന്നവർക്ക് ആശ്വാസം. അതാണ് എൻ്റെ സന്തോഷം. ചികിത്സയിലൂടെയും പാട്ടിലൂടെയും സ്വകാര്യമായ ഒരു സന്തോഷമാണ് ഞാൻ ഈ ഗാനം എഴുതുന്നത്. ചികിത്സിക്കുക എന്നുള്ളത് എൻ്റെ ഒരു കർമ്മ നിയോഗമായിട്ട് തന്നെയാണ് ഞാൻ കരുതുന്നത്. അതൊരു മുഖ്യധാരയാണത്. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ആനന്ദം വേറെ, പാട്ട് എഴുതി അത് പാട്ട് കേട്ട് ആ സംഗീതം കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ആനന്ദം അത് വേറെ, അത് വ്യക്തിപരമാണ്. അപ്പോൾ അതിനെ നമ്മൾ മറ്റുള്ളവരേക്ക് പകരുന്നു. മറ്റേത് എൻ്റെ ഒരു ഉദാത്തമായ ഒരു മിഷനാണ്. ഡോക്ടേഴ്സ് പറയുമ്പോൾ ദൈവികമായൊരു സങ്കല്പമാണ് എല്ലാവരുടെയും. കാഴ്ച കൊടുക്കുക എന്ന്. കാരണം നമ്മളിവിടുന്ന് പോകുന്ന ഓരോ പേഷ്യൻസും നമ്മളോട് അതുപോലെ താങ്ക്സ് ചെയ്തുകൊണ്ടാണ് പോകുന്നത്. തീർച്ചയായും. നമ്മുടെ ഭാഗ്യവശാൽ എനിക്ക് നല്ലൊരു ടീം ഓഫ് ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. അവർ വളരെയധികം
കഷ്ടത ഒരു കണക്കാക്കാതെ അത്രയധികം പേഷ്യൻ്റ് വെൽബീയിങ്ങിന് വേണ്ടിയിട്ട് ആത്മാർത്ഥതയുള്ള തീർച്ചയായിട്ടും എല്ലാവരും ഒരുപോലെ പറയുന്നത് ഇതൊരു മറ്റൊരു വീട്ടിൽ വന്ന് പോകുന്ന പോലെ, എൻ്റെ സ്വന്തം വീട്ടിൽ വന്ന് പോകുന്ന പോലെയാണ്. പലരും ഈ കഴിഞ്ഞ ദിവസം പോലും ഒരു സ്ത്രീ ഭാര്യയും ഭർത്താവും വന്നിട്ട് അവർ കരഞ്ഞുകൊണ്ടാണ് പറഞ്ഞത്, ഞങ്ങൾക്ക് പോകാൻ വളരെ പ്രയാസമാണ്, അത്രയധികം സന്തോഷമുണ്ട് ഇവിടെ നിൽക്കുന്നതിൽ. അതെ, ശരിക്കും സ്ഥാപനത്തിന് വിജയം എന്ന് പറയുന്നത് ആത്മാർത്ഥതയുള്ള സ്റ്റാഫുകളുടെ സമീപനമാണ്. തീർച്ചയായിട്ടും അത് തീർച്ചയായിട്ടും ഉണ്ടെന്ന് എനിക്ക് വന്നപ്പോൾ 100% അവർ നൽകുന്നുണ്ട്. തീർച്ചയായിട്ടും താങ്കളെ സേവനം ആവശ്യമുള്ളവർ എങ്ങനെയാണ് സാർ കോൺടാക്ട് ചെയ്യേണ്ടത്? ആദ്യമായിട്ട് നമുക്കൊരു വെബ്സൈറ്റ് ഉണ്ട്, sudarshanamaayurveda.com എന്ന് പറയുന്നത്. ആ വെബ്സൈറ്റ് ഉണ്ട്. ഫേസ്ബുക്കിൽ അതിൻ്റെ പേജുണ്ട്, സുദർശനം ആയുർവേദ ഐ ഹോസ്പിറ്റൽ, അങ്ങനെയുള്ള പേജുണ്ട്. തീർച്ചയായിട്ടും ആയുർവേദ ഐ കെയർ ഡോക്ടർ ഗോകുലൻ എന്ന് ചെയ്താൽ തന്നെ ധാരാളമായിട്ടുള്ള ഇൻഫർമേഷൻസ് അതിൽ കിട്ടും. അത് ഹോസ്പിറ്റലിൽ കോൺടാക്റ്റ് ചെയ്യാം. തീർച്ചയായിട്ടും അതിനുള്ള ഇമെയിലും മറ്റും ഒരു ദിവസത്തിനകം തന്നെ അതിന് മറുപടി കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. ഈ നേത്ര ചികിത്സാലയത്തോടൊപ്പം തന്നെ പഞ്ചകർമ്മ ചികിത്സകളും ഉണ്ട്. അല്ല, നമ്മൾ ചെയ്യുന്നുണ്ട്. ഒരു ആയുർവേദ ആശുപത്രി എന്ന് പറയുമ്പോൾ ഒരിക്കലും ഒരു യൂണിറ്റ് ഓഫ് ഓർഗൻ മാത്രമായിട്ട് നമുക്ക് ഒതുക്കാൻ സാധിക്കില്ല. നേത്ര ചികിത്സ ആണെങ്കിൽ പോലും നമ്മൾ പല വിധത്തിലുള്ളതായിട്ടുള്ള ജനറൽ ട്രീറ്റ്മെൻറ്റുകൾക്ക് ആവശ്യമായ ചികിത്സാ രീതികളിലൂടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ മറ്റു കാര്യങ്ങൾക്കും തീർച്ചയായിട്ടും ചെയ്തല്ലേ പറ്റൂ. നേത്ര രോഗങ്ങളുള്ളവർ തന്നെ മറ്റ് അസുഖങ്ങളുള്ളവരുണ്ടാവും, മുട്ടുവേദന, നടുവേദന, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഡയബറ്റീസ്. അപ്പോൾ അതിനെല്ലാം മാനേജ്മെൻറ്റ് നമ്മൾ ചെയ്യണം. നമുക്ക് ചികിത്സാ സൗകര്യങ്ങളൊക്കെ ഉണ്ടോ? ഇവിടെ ഏകദേശം ഇപ്പോൾ ഒരു 25ഓളം മുറികളുണ്ട്. ശരി, 3 ബ്ലോക്കായിട്ട് ഏകദേശം ഒരു 25 മുറികളുണ്ട്. അത് ഡീലക്സ്, സെമി ഡീലക്സ്, സൂട്ട്, ജനറൽ വാർഡ് അങ്ങനെ ഉൾപ്പെടെ എല്ലാം ഉണ്ട്. അപ്പോൾ അത് നമ്മൾ പ്രധാനമായിട്ട് മറ്റൊരു മേഖല എന്ന് വെച്ചാൽ ആയുർവേദ അസോസിയേഷൻ, ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് അസോസിയേഷൻ്റെ ഒരു താല്പര്യപ്രകാരം നമ്മൾ വിമുക്ത ഭടന്മാർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും പോലീസ് സേനയിലുള്ളവർക്കും ഒക്കെ നമ്മൾ ചികിത്സയിൽ വലിയൊരു ഇളവ് കൊടുക്കുന്നുണ്ട്. ചികിത്സാ ചെലവിൽ വിമുക്ത ഭടന്മാർക്കൊക്കെ നമ്മൾ 25% ഇത് കൊടുക്കുന്നുണ്ട്, കൺസെഷൻ കൊടുക്കുന്നുണ്ട്. ഭടന്മാർക്കാണെങ്കിലും അതെ, വിമുക്ത ഭടന്മാർക്കും ECHS ഒന്നും കിട്ടാത്തവർക്ക് അവരുടെ കുടുംബാംഗങ്ങൾക്കാണെങ്കിൽ ഏകദേശം 10% അത് ചെയ്യുന്നുണ്ട്. അപ്പം ഇതൊക്കെ കാണിക്കുന്നത് നമ്മളൊരു കമേഴ്ഷ്യലായിട്ട് തുടങ്ങിയ ഒരു സംരംഭമല്ല എന്നുള്ളതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ഇവിടെ വരുന്ന സാധാരണമായിട്ടുള്ള പേഷ്യൻസിന് പോലും അവരുടെ താല്പര്യം പറയുകയാണെങ്കിൽ നമ്മൾ അതിന് നമുക്ക് പറ്റുന്ന രീതിയിലുള്ള ഇളവുകൾ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ എന്ന് വെച്ചാൽ പലരും കരുതുന്നത് ഇതൊരു ധർമാശുപത്രി ആണോ എന്ന് പോലും പലരും അങ്ങനെയല്ല. നമ്മുടെ ചിലവുകൾ നടന്നു പോകണം, സ്റ്റാഫിൻ്റെ ശമ്പളവും ഇതിൻ്റെ നമ്മൾ അമിതമായിട്ടൊന്നും ആഗ്രഹിക്കുന്നില്ല. അത് വലിയൊരു എത്തിക്സാണ് താങ്കൾ പറഞ്ഞത്. അതാണ് അതിലെ പല ഹോസ്പിറ്റലുകളും അമിതമായിട്ട് ലാഭം കുന്നുകൂട്ടാനോ ഒന്നും അല്ല. നമ്മൾ ഇവിടെ തന്നെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഈ പൈസ, ഇതിൽ വരുന്ന വരുമാനമല്ല ഇവിടെ തന്നെ ഇവരുടെ വെൽബീയിങ്ങിനും ആശുപത്രിയുടെ വെൽബീയിങ്ങിനും പേഷ്യൻസിന് വരുന്ന രോഗികൾക്കുള്ള സൗകര്യം വർദ്ധിപ്പിക്കാനും ഒക്കെ ആയിട്ട് ആ ഒരു മനസ്സിന് ദൈവം എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്തായാലും ഹോസ്പിറ്റലിനെ കൂടി വളരെ വിശദമായ രീതിയിൽ കാര്യങ്ങൾ സംസാരിച്ചു. വളരെ തിരക്കാണ്, കുറേ കോളുകൾ താങ്കൾ ഈ ഇൻ്റർവ്യൂവിന് ഇടയ്ക്ക് തന്നെ വന്നു. എന്തായാലും വളരെ വിശദമായി സംസാരിച്ച് താങ്കൾക്ക് പ്രത്യേകം നന്ദി പറയുകയാണ്. വളരെ സന്തോഷം. അപ്പോൾ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ നേത്രം, അതിന് എല്ലാവിധ എന്ത് പ്രതിസന്ധികളുണ്ടായാലും അതിനെ തരണം ചെയ്യുവാൻ കഴിയുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഈ മാന്യ വ്യക്തി നമുക്ക് നൽകുന്നത്. ഒപ്പം മനോഹരമായ പാട്ടുകളും നമുക്ക് കേൾക്കാം. എന്തായാലും സേവനം ആവശ്യമുള്ളവർ തീർച്ചയായും ഈ സ്ഥാപനത്തെ സമീപിക്കുക. നമുക്ക് ബഡ്ജറ്റ് കാലിയാവാതെ നമ്മുടെ നേത്രങ്ങളെ സംരക്ഷിക്കുവാൻ സുദർശന നേത്രാലയം ആൻഡ് പഞ്ചകർമ്മ ഹോസ്പിറ്റൽ ഒരു മാതൃകയാവട്ടെ. വീണ്ടും കാണാം. ക്യാമറമാൻ റിജോയ് പറവൂറിനും എൻ്റെ മീഡിയ ടീമിനുമൊപ്പം ഷിയാദ് ചങ്ങനാശ്ശേരി സൈനിങ് ഓഫ്. Thank you.